ഹേ ഗായ്സ്, ഇന്ന് സാൻസിബാറിലെ വലിയ പെരുന്നാളാണ്. ആദ്യ പ്രാവശ്യമാണ് ഞാനിവിടെ പെരുന്നാൾക്ക് ഈദ്ഗാഹിന് പോകുന്നത്. ഇത് സുൽത്താൻ കബൂസ് ഗ്രാൻഡ് മോസ്ക് ഒമാൻ സുൽത്താന് സാൻസിബാറിലെ പീപ്പിൾസിന് വേണ്ടിയിട്ട് ഗിഫ്റ്റായിട്ട് കൊടുത്താണ്. ഇവിടെ സ്ത്രീകൾക്കും നിസ്കരിക്കാനുള്ള വലിയ സൗകര്യമുണ്ട്. കയറുമ്പം തന്നെ സ്ത്രീകൾക്ക് ഒന്നു എടുക്കാനുള്ള ഒരു സ്ഥലമാണിത്. ഈ കാണുന്ന സൈഡ് വശത്തൂടെയാണ് പള്ളിയുടെ അകത്തേക്ക് കയറുന്നത്. പള്ളിയുടെ ഉള്ളിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് മക്കൾ വന്നിട്ട് ഈദ് മുബാറക്ക് വിഷ് ചെയ്തിട്ട് നമുക്ക് വെള്ളമൊക്കെ തരുന്നുണ്ട്. ഞാൻ വരാൻ കുറച്ച് വൈകിയതുകൊണ്ട് സ്ത്രീകളുടെ അകമ്പള്ളി ഫുള്ളായിരുന്നു. ശേഷം പുറത്തുള്ള സ്പേസിലാണ് എനിക്ക് നിൽക്കാനും നിസ്കരിക്കാനും കഴിഞ്ഞത്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ഒമാനായിരുന്നു ഒരു കാലം സാൻസിബാർ ഭരിച്ചിരുന്നത്. അതിന്റെ ശക്തമായ ഇൻഫ്ലുവൻസ് ആണ് ഇവരുടെ ഈ വേഷവിധാനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. മുമ്പൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലായിരുന്നോ കാങ്ക, ഇവരുടെ നിസ്കാരക്കുപ്പായം. പള്ളിയുടെ ഒരു വശത്ത് നമുക്കിത് കിട്ടാനുള്ള സ്ഥലവും ഉണ്ട്. രാവിലത്തെ തിരക്കൊഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ സ്ത്രീകളുടെ അകമ്പള്ളി ഒന്ന് കാണാൻ പോയിരുന്നു. ഇതാണ് ഇവിടുത്തെ സ്ത്രീകളുടെ അകമ്പള്ളി. ഓൺ ടൈമിൽ തന്നെ താഴെ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതുമാണ്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു, പുറത്തിറങ്ങി. ഇവിടുന്ന് കണ്ട ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു, കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ അവിടെയുള്ള കുറച്ച് ആളുകളോടൊക്കെ ഈദ് മുബാറക്ക് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫാമിലീസിന്റെ വീട്ടിലേക്കൊക്കെ പോയി. ഇപ്പൊ സാൻസിബാറിൽ മെല്ലെ മെല്ലെ ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി തുടങ്ങി. ഈദ് നടത്തമൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ ബിരിയാണിയും പെരുന്നാൾ പായസമൊക്കെ കുടിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട മുജീക്കാടെ അടുത്താണ് പോയത്. നാട് വിട്ട് ഒരുപാട് ദൂരം മാറി നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരു വീട്ടിലെ ഫീൽ തരുന്നതാണ് മുജീക്കാടെ വീടും മുജീക്കാടെ ഫുഡും. നാട്ടിലെ പ്രിയപ്പെട്ടവരെയൊക്കെ മിസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഫുഡും ഇതുപോലത്തെ ആളുകളെയും കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ഇവിടെ. അപ്പോൾ ഓക്കെ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ ഫോർ മോർ.